നേന്ത്രക്കായുടെ തൊലിയുടെ തോരൻ കഴിച്ചിട്ടില്ലാത്തവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം, ഇഷ്ടപ്പെടും. നേന്ത്രക്ക ആദ്യം നമുക്ക് പുഴുങ്ങിയെടുക്കണം. സ്റ്റീമറിലോ ഇഡ്ഡലി പാത്രത്തിലോ വെച്ച് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക്, കറിവേപ്പില കൂടി നല്ലതുപോലെ ചതച്ചെടുക്കണം. മിക്സിയിലാണ് നിങ്ങൾ അരയ്ക്കുന്നതെങ്കിൽ പൾസ് ചെയ്ത് വേണം അരച്ചെടുക്കാനായിട്ട്. സ്പീഡ് കൂട്ടി അരച്ചെടുത്താൽ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല. കടായി ചൂടാക്കി 1 സ്പൂൺ എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി കൂടിയിട്ട് മൂപ്പിച്ചതിന് ശേഷം ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി പച്ചമണം മാറി വരുമ്പോൾ ഈ വേവിച്ച് വച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞ നേന്ത്രക്കായുടെ തൊലി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് വരുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും ഇത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് കഴിച്ചവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അയൺ ഇതിൽ